അഡ്വർടൈസ് വെൽക്കം ബാക്ക്. മാർക്കറ്റിൽ നമ്മൾ ഉദ്ദേശിച്ചൊരു ലെവൽ ഉണ്ടായിരുന്നു. മാർക്കറ്റ് രാവിലെ മോർണിംഗിൽ ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാഴ്ചപ്പാട് എത്തി പറഞ്ഞാൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് തരും എന്നുള്ളതായിരുന്നു ഇന്ന് എക്സ്പെക്ട് ചെയ്തത്. ഈ ഒരു ലെവലിൽ നിൽക്കും, ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് തരുന്നിരുന്നു. പക്ഷെ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത ചെറിയ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെ പറയാം, നേരെ താഴെ വരികയാണ് ചെയ്തത്. അതിനുശേഷം ഒരു ഷാർപ്പ് കൺസോൾട്ടേഷൻ മാർക്കറ്റ് രണ്ട് സൈഡ് മൂവ് ചെയ്യാതെ തന്നെയാണ് ചെയ്തത്. അതിനുശേഷം തന്ന ഒരു ബ്രേക്ക് ഡൗൺ നോക്കി കാണാൻ പറ്റും. വലിയ വലിയ ക്യാൻഡിൽസ് ആണ് നമുക്ക് തന്നത്. ബ്രേക്ക് ഡൗൺ ഈ ഒരു ക്യാൻഡിൽ തന്ന ബ്രേക്ക് ഡൗൺ വലുതായിരുന്നു, ഇതും വലുതായിരുന്നു. തിരിച്ചുള്ള ഷാർപ്പ് റിക്കവറി എന്ന് പറയുന്നതായിരുന്നു. ഒരു ഷെയ്ക്ക് ഔട്ട് കംപ്ലീറ്റ് ആൾക്കാരുടെ സ്റ്റോക്ക് ഹണ്ട് ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റ് റിവേഴ്സിൽ പോയി എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? ഷാർപ്പായിരുന്നു. ഇപ്പോൾ നിങ്ങൾ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാർക്കറ്റ് ഈ ടൈമിൽ എടുക്കുന്ന സമയത്ത്. ഇതിന്റെ കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോണ് 23,500, 550 എന്നുള്ള ഈ 537 എന്നുള്ള ഈ സോണിൽ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഈ ഒരു ലെവൽ തന്നെയാണ് സപ്പോർട്ട് എടുത്ത് കയറി എന്നുള്ളതുകൊണ്ട് ഇവിടെ വന്ന് ഈ എത്ര പ്രാവശ്യം ടച്ച് ചെയ്യേണ്ടതെന്നാണ് ഞാൻ നോക്കിയത്. ഈ ഒരു സോണിൽ മാർക്കറ്റ് വന്ന് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇതിന്റെ മുകളിൽ പോകുന്ന സമയത്ത് എൻട്രി എടുക്കാമെന്നുള്ളതായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ എന്ത് ചെയ്തില്ല, മാർക്കറ്റ് ഷാർപ്പായിട്ട് ഇവിടുന്ന് സ്പൈക്ക് അടിച്ച് കയറിപ്പോയി എന്നുള്ളതുകൊണ്ട് എൻട്രി മിസ്സായി എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, ഇതിന് കണ്ടിന്യൂഷൻ കിട്ടാതെ സെൽ ഓൺ റൈസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ മാർക്കറ്റ് കൊണ്ട് ഇവിടെ എന്ത് ചെയ്തു, റിവേഴ്സിൽ വരികയാണ് ചെയ്തത്. ആ ഒരു 2-3 ക്യാൻഡിൽ കഴിഞ്ഞു, അതിന്റെ മൂവ്മെന്റ് തീരും ചെയ്തു. ഇങ്ങനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇന്നത്തെ ദിവസം ഒരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്തു, സൈഡ് വൈസ് ആയിട്ട് തീരാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം നല്ല മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലും മിക്കവാറും മാർക്കറ്റ് ചെയ്യുന്ന ഒരു സ്നാരിയാണ് ഈ പറയുന്ന മൂവ്മെന്റുകളൊക്കെ. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, ഓൾറെഡി നെഗറ്റീവ് സെന്റിമെന്റ്സ് ആയിരുന്നു. അപ്പോൾ മാർക്കറ്റ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സോണിന്റെ ലോയിലാണ് വന്ന് ഹോൾഡ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനും, ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിരക്ക് പ്ലാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു, ലോയിൽ വന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ വീണ്ടും മാർക്കറ്റ് ബിയറിഷ് ആയി തുടങ്ങി എന്നത് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഡെയിലി ക്യാൻഡിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, കൂടുതൽ ട്രേഡുകൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് ഡൗൺ സൈഡ് ആയിരിക്കും. അപ്പോൾ മാർക്കറ്റിൽ പ്രീമിയം അല്ലെങ്കിൽ ചാർട്ട് ക്യാൻഡിൽസ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു ഏരിയ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ഒരു പ്രാവശ്യം ടച്ച് ചെയ്തു, അത് രണ്ടാമത്തെ പ്രാവശ്യം ടച്ച് ചെയ്തു, ഇവിടെ വന്നു, അത് കഴിഞ്ഞ് ഇവിടെ വന്നു, ഡൗൺ സൈഡ് ഫാൾ ചെയ്തു. ഈ സെൽ ഓഫ് സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല എന്നതൊഴികെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു അരമണിക്കൂർ മാർക്കറ്റ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും, താഴേക്കുള്ള ട്രേഡുകൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം റീടെസ്റ്റിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മൾ എൻട്രികൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതിന് അങ്ങനെ പറയാനുള്ള കാരണം മാർക്കറ്റ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, റീടെസ്റ്റ് ചെയ്യാതെ. ഇപ്പം ഇത് നോക്കിയാൽ മതി, ഇത് മാർക്കറ്റ് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് റീടെസ്റ്റ് പോയിട്ട് താഴത്ത് വന്നിട്ടില്ല. റീടെസ്റ്റ് പോയിട്ട് ചെയ്തിട്ട് താഴെ വരണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യായിരുന്നു. ഇത് അങ്ങനെയല്ല മാർക്കറ്റ് ചെയ്ത് ചെയ്തു, നേരെ വാൾ ചെയ്തു, മാറി റിക്കവർ ചെയ്തു. ഇത് നോക്കുക, നേരെ ഈ സോൺ ബ്രേക്ക് ചെയ്തു, താഴെ എന്ത് ചെയ്തു, പിന്നെ തിരിച്ച് മാർക്കറ്റ് തിരിച്ച് കയറാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ റീടെസ്റ്റിന് ശേഷം മാത്രമായിരിക്കും എന്തുണ്ടാവുക, ഈ എൻട്രികൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു സിംഗ്ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിൽ ക്ലോസിങ് തന്നു, അതിനുശേഷം തിരിച്ച് കയറി ഈ ഒരു ലെവല് നമുക്ക് എന്ത് ചെയ്യണം, ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ സോണിൻ്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് കയറിയിട്ട് താഴെ വരുന്ന സമയത്ത് ഈ ഒരു സോണിൻ്റെ മുകളിൽ എവിടെയാണോ ടച്ച് ചെയ്തത് അതായിരിക്കും നമ്മുടെ സ്റ്റോക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ക്യാൻഡിലെ താഴെ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ 23,465 23,500 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ലെവലാണ് എന്നുള്ളത് തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിൽ ഭയങ്കരമായിട്ട് ബ്ലാസ്റ്റ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രീമിയം മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ഒന്നല്ല എന്ത് ചെയ്യണം, പ്രീമിയം മൂവ് ചെയ്തിട്ട് തിരിച്ച് കയറിയിട്ട് മാത്രം എന്ത് ചെയ്യുക, എൻട്രി പ്ലാൻ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ IV എഫക്ട് തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ പ്രീമിയം മെറ്റാവും അല്ലെങ്കിൽ ഇറങ്ങിപ്പോരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എൻട്രികൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഫസ്റ്റ് ടാർഗറ്റാണ്. ഇനി അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ടാർഗറ്റ് എന്ന ലെവലിൽ നമുക്ക് താഴേക്കും ഒത്തിരി വീണ്ടും വരുന്നതിനെ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മാർക്കറ്റ് അവിടെ വന്നു. ഈ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 23,443 നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അവിടെ കഴിഞ്ഞ് ഈ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിനെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ 23,408 അല്ലെങ്കിൽ ഈ സോൺ വരെയൊക്കെ എന്ത് ചെയ്യാം, മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണാൻ പറ്റും. അപ്പോൾ ഈ ലെവലിലേക്ക് എന്ത് ചെയ്യാം,
മാർക്കറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നമ്മൾ പ്ലാൻ ചെയ്യേണ്ട. ഈ ഒരു സോൺ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ നോക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് നേരെ 23,360. ഇനി വലിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ ഗ്യാപ്പ് അപ്പിൻ്റെ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് വരുന്ന കേസിലാണ് പറഞ്ഞത്. ഒരു വലിയ ഗ്യാപ്പ് ഡൗണിലാണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു സോണിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേഡുകൾ ഒഴിവാക്കുന്നതായിരുന്നു നല്ലത്. ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റിവേഴ്സൽ ട്രേഡ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് തന്നെ. ഒരു 5 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, ബുള്ളിഷ് ക്യാൻഡിൽ ഞാൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രേഡ് 446 വരെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാനത് ബുക്ക് ചെയ്തിട്ട് പിന്നെ ഡൗൺ സൈഡ് എൻട്രികൾ എവിടെയും കിട്ടുന്നുണ്ടോ എന്നുള്ളതായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. ഇതാണ് നാളേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്ന എൻട്രി എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ. ഇനി നമ്മുടെ നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം സിനാരിയോ ആണ്. പക്ഷേ നിഫ്റ്റി ബാങ്ക് ഫാൾ ചെയ്യുന്ന സമയത്ത് നല്ല നല്ല ഫാളുകൾ വരുന്നുണ്ട്. അതിനുശേഷം റിവേഴ്സിൽ കാണിച്ച സമയത്ത് വളരെ സ്ലോ ആയിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രൊജക്ഷൻ ഫോം ചെയ്തിട്ട് തന്നെ ഇത് കയറിയിട്ടുണ്ടായിരുന്നത് ആണെങ്കിൽ പോലും ഓപ്പൺ ചെയ്തു, റെസിസ്റ്റൻസ് എത്തി, ഉണ്ടോ ക്ലോസ് ചെയ്തതിന് മുകളിൽ തൊട്ടടുത്ത് വന്നു. ഇതിന് കണ്ടിന്യൂഷൻ കിട്ടിയിട്ടില്ല, മാറി എന്ത് ചെയ്തു, സെൽ ഓഫ് വന്നു. അത് ആ ഒരു സെൽ ഓഫ് ഈ ലോ ബ്രേക്ക് ചെയ്ത് പോയി എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ഒരു റിവേഴ്സൽ കാണിച്ചു ആദ്യം, അതിനുശേഷം കൊണ്ട് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്രേ ഉള്ളൂ. ഇനി മാർക്കറ്റ് എങ്ങനെ അടുത്ത ദിവസം മാർക്കറ്റിൽ ട്രേഡിങ് പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ 49,600 എന്നുള്ള 614 ലെവലിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് എടുത്തത്. അപ്പോൾ അതുവരേക്കും എന്ത് ചെയ്യാം, മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യാൻ വരാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് ഇവിടെ ഈ ലെവലിൽ വന്നിട്ട് എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് മൊമെൻറ്റം കാണിക്കാം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 49,600 എന്നുള്ള ലെവലിൽ വന്നിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റ് ഈ സോണിൽ എന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് തിരിച്ച് താഴേക്ക് വരും എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നതോട് കൂടി എന്ത് ചെയ്യും, നമുക്ക് താഴത്തേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാം. ഇൻ കേസ് ഈ മാർക്കറ്റ് നാളെ വലിയ ഗ്യാപ്പ് ഈ സോണിൻ്റെ മുകളിലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡുകൾ മേലേക്ക് നോക്കുന്നുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നമ്മൾ മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു സോണിൻ്റെ മേലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഹോൾ സർക്കിളിലെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. അതല്ലാത്ത കേസിലാണ് ചെയ്യുന്നത്, നമ്മൾ ഈ സോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്. ഇനി വലിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വലിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ പ്രൈസ് ആക്ഷൻ എങ്ങോട്ടാണോ ഫോം ചെയ്യുന്നത് നോക്കും. ആ ഒരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഓൾറെഡി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. പക്ഷെ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയും ഏകദേശം പിന്നെ അത്യാവശ്യം ഇറങ്ങി എന്നുള്ളതുകൊണ്ട് തന്നെ, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം തിരിച്ചിറങ്ങി എന്നുള്ളതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നാളെ ട്രേഡ് ഇപ്പോൾ പിന്നെ ഇതിനു മുമ്പാണെന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതലായിട്ട് നിഫ്റ്റി ബാങ്ക് താഴത്തേക്കും, അതായത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി 50 നമുക്ക് ടാർഗറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രേഡിൽ. അപ്പോൾ ഇത് നോക്കാം, ഒന്ന് നിഫ്റ്റിയുടെ ചാർട്ടാണ്, അന്ന് അതേപോലെ നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടുമാണ്. നമുക്ക് രണ്ടും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് നോക്കാം, മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഓൾറെഡി മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് വന്ന ഒരു സോൺ എന്ന് പറയുന്നത് ഏകദേശം 10% ഏറ്റവും ടോപ്പ് ഒന്ന് മാറി എന്ത് താഴേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അതേപോലെ നിഫ്റ്റി ബാങ്കിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൾ ടൈം ഹൈ എന്ന് എത്ര പെർസെൻറ്റേജ് താഴെ വന്നിട്ടുണ്ടെന്ന് നിശ്ചയിക്കുക ആദ്യം. അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം 9.6% വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇത് ഈ രീതിക്കായിരുന്നില്ല, മാറ്റം ഉണ്ടായിരുന്നു. ഒരു 2-3% നല്ല മാറ്റം. കാരണം അപ്പോൾ 9% എന്ന് പറഞ്ഞാൽ വലിയ മാറ്റമൊന്നുമല്ല, 1%-ഉള്ളൂ. പിന്നെ നിഫ്റ്റി ബാങ്ക് 1% കൂടെ താഴെ വന്നാൽ നിഫ്റ്റി ബാങ്ക് ഒരേ ലെവലിലായി കിട്ടുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സമയത്ത് എപ്പോഴും സാധാരണ സമയത്തൊക്കെ ഉണ്ടാവാറുള്ളത്, നിഫ്റ്റി ബാങ്കും ഒരേപോലെയാണ് മൂവ് ചെയ്യാറുള്ളത്, ഒരേ പെർസെൻറ്റേജ് ആണ് ഡൗൺ ആണെങ്കിൽ അപ്പാണ് പോകാറുള്ളത് എന്നുകൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വരാമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ മാർക്കറ്റിന്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സിനാരിയോയിൽ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡുകൾ ചെയ്യുന്നുള്ളൂ. ഇനി സെൻസെക്സ് ഇപ്പം പിന്നെ ചൊവ്വാഴ്ച എക്സ്പയർ ആയി എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു വ്യൂ എന്താണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്തു. നാളെ എന്തായാലും ഞാൻ പേഴ്സണലി ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ഒരു 2 ദിവസം കൊണ്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ട്രേഡ് ചെയ്യാമെന്നുള്ളതാണ് പ്ലാൻ നിലവിൽ. പിന്നെ തിങ്കളാഴ്ച മുതലേ ഇനി ട്രേഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്.
എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.